അഭൗതികമായ രൂപത്തിൽ മരണപ്പെട്ടുപോയ മഹാത്മാക്കളിൽ നിന്നും ഗുണം പ്രതീക്ഷിക്കൽ അത് ശിർക്ക് എന്നാണ് വഹാബികളുടെ വാദം. എന്നാൽ ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായി പോയ അബൂ ഹനീഫ ഇമാമിൽ നിന്നും ഗുണം പ്രതീക്ഷിച്ചതിന് വ്യക്തമായ രേഖ കിതാബുകളിൽ നമുക്ക് കാണാം. എന്നാൽ ആ സംഭവത്തെ വളച്ചൊടിച്ചുകൊണ്ട് പച്ചയായി നുണ പറയുന്ന ഫൈസൽ മൗലവിയെ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. ഇമാം ഷാഫിയുടെ കിതാബിലോ ഷാഫിയുടെ ശിഷ്യന്മാരുടെ കിതാബിലോ അങ്ങനത്തെ കഥയെ പറ്റി പരാമർശമേ ഇല്ല. ഇമാം ഷാഫിയുടെ കാലം കഴിഞ്ഞ് ഏകദേശം 700 കൊല്ലം കഴിഞ്ഞു. ഇമാം ഷാഫി മരിച്ചത് 204 അതിനുശേഷം 700 കൊല്ലം കഴിഞ്ഞ് 909 ജനിച്ച ഇബ്നു ഹജർ ഹൈതമിയാണ് ഈ കഥ പറഞ്ഞത്. പച്ചക്കള്ളം. ഇബ്നു ഹജർ തങ്ങൾ മാത്രമല്ല ഈ സംഭവം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഹിജ്റ 436 വഫാത്തായ ഇമാം ഹുസൈൻ ഇബ്നു അലി ഇബ്നു മുഹമ്മദ് ഇബ്നു ജഅഫർ അബൂ അബ്ദുല്ലാഹി സ്വൈമരി അൽ ഹനഫി അദ്ദേഹത്തിന്റെ അഖ്ബാർ അബി ഹനീഫ വ അസ്ഹാബിഹി എന്ന കിതാബിലും, അതുപോലെ തന്നെ ഇമാം മുവഫിഖുദ്ദീൻ അൽ മക്കി അദ്ദേഹത്തിന്റെ മനാഖിബ് അബി ഹനീഫ എന്ന ഗ്രന്ഥത്തിലും, ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി തങ്ങൾ അവിടുത്തെ താരീഖ് ബഗ്ദാദിലും, ഇമാം ശംസുദ്ദീൻ സഫീരി അവിടുത്തെ അൽ മജാലിസുൽ വഅദിയയിലും, ഇമാം ഇബ്നു ജമാഅ ഉൻസുൽ മുഹാദറയിലും, ഇമാം ഇബ്നു അബ്ദീൻ റദ്ദുൽ മുഖ്താറിലും ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി സനദടക്കം അദ്ദേഹത്തിന്റെ താരീഖ് ബഗ്ദാദിൽ കൊടുക്കുന്നുണ്ട്. വലിയ മഹാനാണ്, ഹാഫിളാണ് എന്നൊക്കെയാണ് ദഹബി തന്നെ ഖതീബുൽ ബഗ്ദാദി തങ്ങൾ വിശേഷിപ്പിച്ചത്. താരീഖ് ബഗ്ദാദിൽ കൊണ്ടുവരുന്ന ഈ സംഭവത്തിലെ സനദിൽ ഏതെങ്കിലും ഒരു റാവി ദഈഫാണെന്ന് തെളിയിച്ചാൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. അഭൗതികമായ രൂപത്തിൽ മരണപ്പെട്ടുപോയ മഹാത്മാക്കളിൽ നിന്നും ഗുണം പ്രതീക്ഷിക്കൽ അത് ശിർക്ക് എന്നാണ് വഹാബികളുടെ വാദം. എന്നാൽ ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായി പോയ അബൂ ഹനീഫ ഇമാമിൽ നിന്നും ഗുണം പ്രതീക്ഷിച്ചതിന് വ്യക്തമായ രേഖ കിതാബുകളിൽ നമുക്ക് കാണാം. എന്നാൽ ആ സംഭവത്തെ വളച്ചൊടിച്ചുകൊണ്ട് പച്ചയായി നുണ പറയുന്ന ഫൈസൽ മൗലവിയെ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. ഇമാം ഷാഫിയുടെ കിതാബിലോ ഷാഫിയുടെ ശിഷ്യന്മാരുടെ കിതാബിലോ അങ്ങനത്തെ കഥയെ പറ്റി പരാമർശമേ ഇല്ല. ഇമാം ഷാഫിയുടെ കാലം കഴിഞ്ഞ് ഏകദേശം 700 കൊല്ലം കഴിഞ്ഞു. ഇമാം ഷാഫി മരിച്ചത് 204 അതിനുശേഷം 700 കൊല്ലം കഴിഞ്ഞ് 909 ജനിച്ച ഇബ്നു ഹജർ ഹൈതമിയാണ് ഈ കഥ പറഞ്ഞത്. പച്ചക്കള്ളം. ഇബ്നു ഹജർ തങ്ങൾ മാത്രമല്ല ഈ സംഭവം പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഹിജ്റ 436 വഫാത്തായ ഇമാം ഹുസൈൻ ഇബ്നു അലി ഇബ്നു മുഹമ്മദ് ഇബ്നു ജഅഫർ അബൂ അബ്ദുല്ലാഹി സ്വൈമരി അൽ ഹനഫി അദ്ദേഹത്തിന്റെ അഖ്ബാർ അബി ഹനീഫ വ അസ്ഹാബിഹി എന്ന കിതാബിലും, അതുപോലെ തന്നെ ഇമാം മുവഫിഖുദ്ദീൻ അൽ മക്കി അദ്ദേഹത്തിന്റെ മനാഖിബ് അബി ഹനീഫ എന്ന ഗ്രന്ഥത്തിലും, ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി തങ്ങൾ അവിടുത്തെ താരീഖ് ബഗ്ദാദിലും, ഇമാം ശംസുദ്ദീൻ സഫീരി അവിടുത്തെ അൽ മജാലിസുൽ വഅദിയയിലും, ഇമാം ഇബ്നു ജമാഅ ഉൻസുൽ മുഹാദറയിലും, ഇമാം ഇബ്നു അബ്ദീൻ റദ്ദുൽ മുഖ്താറിലും ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി സനദടക്കം അദ്ദേഹത്തിന്റെ താരീഖ് ബഗ്ദാദിൽ കൊടുക്കുന്നുണ്ട്. വലിയ മഹാനാണ്, ഹാഫിളാണ് എന്നൊക്കെയാണ് ദഹബി തന്നെ ഖതീബുൽ ബഗ്ദാദി തങ്ങൾ വിശേഷിപ്പിച്ചത്. താരീഖ് ബഗ്ദാദിൽ കൊണ്ടുവരുന്ന ഈ സംഭവത്തിലെ സനദിൽ ഏതെങ്കിലും ഒരു റാവി ദഈഫാണെന്ന് തെളിയിച്ചാൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് തെളിയിക്കാൻ